Hello guys, welcome to Unscripted Days and this is our first video and face to face first video ആണിത്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ബുള്ളറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന് പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ടൈം ഒരു സംസാരിച്ച വീഡിയോ ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം ഉണ്ടെങ്കിൽ നമ്മൾ മോർ വീഡിയോസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ആൻഡ് മോർ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ ഓൺ ഗോയിങ് കണ്ടന്റ് ആണല്ലോ. അപ്പോൾ അതൊരു കണ്ടന്റാക്കി ചെയ്യാൻ ചിന്തിച്ചു. അതിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് തോന്നി. സോ അത് ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് അതൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കണം. പിന്നെ അൺസ്ക്രിപ്റ്റഡ് ഡേയ്സ്, അതിനെക്കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ അൺസ്ക്രിപ്റ്റഡ് എല്ലാവരും ജീവിതവും സ്ക്രിപ്റ്റഡ് ആണ് എന്ന് ഞാൻ പറയില്ല. ഒരു ഓഫീസിൽ പോവാണ് 9 to 5, അതൊരു സ്ക്രിപ്റ്റഡ് ജീവിതമാണ്. സോ ഇതൊരു അൺസ്ക്രിപ്റ്റഡ് ഡേയ്സ്, ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഇതിൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ്. സോ ഇത് എങ്ങനെ ഉണ്ടാവുന്ന എന്തുണ്ടാവുന്ന എനിക്കറിയില്ല. കമൻറ്റിൽ അറിയിക്കുക എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. സോ നമുക്കത് തിരുത്തി നമുക്കത് ഇനിയും നന്നായിട്ട് എങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ അതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. സോ ഡു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് വാച്ച് ദിസ് വീഡിയോ ഫുള്ളി. സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നവീൻ എന്താ ബിഗ് ബോസിനോട് പറഞ്ഞത് നമുക്കറിയാം. ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ശരത്തിനാണ് നമ്മൾ കാണുന്നത്. ശരത്ത് കണ്ടിട്ടില്ല, ശരത്തിന് എന്താണെന്ന് അറിയില്ല. ആ ശരത്ത് ആവശ്യമില്ലാണ്ട് കയറിയിട്ടാണ് ബിഗ് ബോസ് സംസാരിക്കുന്നത്. കണ്ടുവന്നിരുന്ന നവീൻ സംസാരിക്കുന്നത് നമുക്ക് കാണാം. വേണം എന്താ കാര്യം പറഞ്ഞാൽ അവര് സ്വേച്ഛാധിപതികളാണ്. സോ അവർക്ക് എന്തോ ആ വീട്ടിൽ കാണിക്കാം. പക്ഷെ അനുമോൾ ചെയ്തതിൽ തെറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അനുമോൾ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് ചോദിച്ച് അതിനുശേഷം തുടച്ച് ചെക്ക് ചെയ്യായിരുന്നു. പക്ഷെ അനുമോൾ ആവശ്യമില്ലാണ്ട് കയറി ഇടപെട്ടതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആവശ്യമില്ലാണ്ട് കയറി ലിപ്സ്റ്റിക് തുടയ്ക്കാൻ ശ്രമിച്ച് ജിസേൽ തള്ളി. ഇതിലൊരു തെറ്റും കാണുന്നില്ല. പക്ഷെ നവീൻ ഓവർ റിയാക്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അനുമോളിനെ എന്തെങ്കിലും ചെയ്തില്ല പറഞ്ഞാൽ അവൻ കിറ്റ് ഷോ എന്നുണ്ടായിരുന്നു. സോ ഇതിന്റെ ബാക്കി നമുക്ക് ഇനി ബിഗ് ബോസ് എന്താ തീരുമാനിക്കുന്നത്, ബിഗ് ബോസിന്റെ കാര്യങ്ങൾ നമുക്ക് വീഡിയോസിൽ കണ്ടുനോക്കാം. അതിലൂറ സോ അവരെ കമ്മ്യൂണിറ്റി എടുത്തിട്ടിട്ട് ഇവിടെ സംസാരിക്കുകയാണ്. അത് ആവശ്യമില്ലാത്ത വർത്താനാണ്. സ്റ്റിൽ അതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. അതിലൂറ അവര് സ്ട്രാറ്റജിയാണ് ഇവനെ പുറത്താക്കുക എന്നുള്ളത്. സോ അവരത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അവര് പ്രൊവോക്ക് ചെയ്യേണ്ട സ്ഥലത്ത് കറക്റ്റായി പ്രൊവോക്ക് ചെയ്തു നവീനെ. സോ നവീൻ പുറത്തു വന്നാൽ നവീൻ പറയുന്നത് പ്രൊവോക്കിംഗ് ആണ്, ആണത്തം കാണിക്കാനുള്ള ഒരു ഷോ അല്ല. സോ ഇത് പ്രൊവോക്ക് ചെയ്ത് നിന്നെ പുറത്താക്കാനുള്ള ടെക്നിക്കാണ് എന്ന് അക്ബർ പിന്നാലെ പറഞ്ഞതൊന്ന് ആ പുറത്തു പോകുന്ന ഭാഗം നമുക്ക് കിട്ടിയിട്ടില്ല. സോ നമുക്കത് കാണിച്ചിട്ടില്ല ഞാന്. നവീൻ പുറത്തു പോകും. അതിനുശേഷം നവീൻ പുറത്തു പോയി ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ, അതായത് അവൻ റിയാക്ട് ചെയ്തത് ശരിക്കും അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ റിയാക്ട് ചെയ്ത് അവൻ പുറത്തു പോകേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ഗെയിമാണ്, പുറത്തു പോകാൻ വേണ്ടി പലതും ചെയ്യും, പലതും നടക്കും. സോ പ്രവോക്കില് ഒന്നിനും പെടാണ്ട് അവൻ അവിടെ നിന്ന് കാണിക്കണായിരുന്നു. അതായിരുന്നു അവന്റെ ഗത്ത്. ആദില നൂറ വിചാരിച്ച മാതിരി ഇപ്പൊ അവൻ പുറത്തുപോയി. സോ ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്തെടുത്തുക. മോർ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ തട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ട് അത് മാറ്റണമെങ്കിലും കമന്റ് അറിയിക്കുക. നല്ല നല്ല വീഡിയോസിലായി ഇനിയും വരുന്നതാണ്. സോ ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു. ബൈ ബൈ.